ഇത് മാസ് മോട്ടോഴ്സ് ആണ്. ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് വേണ്ടിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് ജനറൽ സർവീസ്, അതേപോലെ തന്നെ ബ്രേക്ക് പിടിക്കുമ്പോൾ സൗണ്ട് പറഞ്ഞിട്ടുണ്ട്, കോൺസെപ്റ്റ് ചെക്കപ്പ്, ഫ്രണ്ട് അടിയുണ്ട്, ഫ്രണ്ട് ഫോർക്കിൻ്റെ സൈഡ് ലീക്ക് ഉണ്ട്, അതേപോലെ തന്നെ ഒരു പൈപ്പ് മഞ്ഞ ടൈപ്പ് ഇട്ടിട്ടുണ്ട്, അത് മാറ്റേണ്ടത് ബ്രീത്തർ പൈപ്പാണ്. എഞ്ചിൻ്റെ ബ്രീത്തർ പൈപ്പാണ് പൊട്ടിയിരിക്കണേ. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ മാറ്റാം, വാട്ടർ സർവീസ്, ഓവർഫ്ലോ, ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചൊക്കെ വർക്കിന് കയറ്റിയിട്ടുണ്ട്. കോൺസെപ്റ്റ് നല്ല രീതിയിൽ ടൈറ്റാണ്. അത് ഹാൻഡിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട്, വണ്ടി സൈഡ് വലിവ് പാളിച്ചൊക്കെ കാണിക്കുന്ന കോൺസെപ്റ്റ് കംപ്ലൈൻ്റ് ആണ്. നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ച് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് നല്ല രീതിയിൽ സൗണ്ട് വ്യത്യാസം വന്നിട്ടുണ്ട്. അത് ഈ ബ്രേക്ക് ലൈനർ പറഞ്ഞിട്ടുള്ള പൊടിയും ഹബിൻ്റെ ഇടയിൽ വരുമ്പോൾ, ലൈനറിൻ്റെയും ഹബിൻ്റെ ഇടയിൽ പൊടി വരുമ്പോഴാണ് ആ സൗണ്ട് കാണിക്കുന്നത് കേട്ടോ. നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നീട് ഇനി സൗണ്ട് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് ലൈനർ മാറ്റാം. അതേപോലെ തന്നെ ഹബ്ബ് കൂടി ഒന്ന് പോളിഷ് ചെയ്തിട്ടാണ് അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ. പിന്നെ ബാക്ക് വീലിൻ്റെ ബെയറിംഗ് ഓക്കെയാണ്. ചെയിൻ ചെറിയ ലൂസ് ഉണ്ട്, നമുക്ക് ടൈറ്റ് ചെയ്ത് തരാം. അതേപോലെ തന്നെ എയർ ഫിൽറ്റർ നമ്മളൊന്ന് അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാനുണ്ട്. അതേപോലെ ഈ ഒരു പൈപ്പ്, എഞ്ചിൻ്റെ ബ്രീത്തർ പൈപ്പ് പൊട്ടിയിരിക്കുന്നുണ്ട്, അത് നമുക്ക് മാറ്റി പുതിയത് സെറ്റ് ചെയ്യാം. എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. പിന്നെ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യാനായിട്ട് കാർബേറ്റർ ഭാഗം അയച്ചിട്ടുണ്ട്. ഓൾറെഡി കാർബേറ്ററിൻ്റെയാണ് കംപ്ലയിൻറ്റ് ഓവർഫ്ലോ വന്നതിൻ്റെ കേട്ടോ. പരമാവധി നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഈ ഫ്ലോട്ടിൻ്റെ വാൽവും മാറ്റിയിട്ട് റീസെറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. 100% നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ ഒരു പ്രോബ്ലം അറിയാമല്ലോ, നമ്മൾ പെട്രോളിൻ്റെ പെട്രോളാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക വണ്ടിയുടെയും കാർബറേറ്റർ ദ്രവിച്ചു പോകുന്ന കംപ്ലയിൻ്റാണ്. ഈ ഭാഗം നോക്കുമ്പോൾ അറിയാം, ദിശകളൊക്കെ അത്യാവശ്യം പൂപ്പൽ പോലൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്താലും ക്ലിയർ ആവാറില്ല. ഒരു 10 വണ്ടി വന്നാൽ ഒരു 8 വണ്ടിയും കംപ്ലയിൻ്റാണ് ഈ ഒരു പ്രോബ്ലം, കാർബറേറ്ററിൻ്റെ പ്രോബ്ലം കേട്ടോ. അപ്പോൾ ഞാൻ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തിടാം. അതിനകത്തേക്ക് നമുക്ക് ഈ ജെറ്റ് ചെറിയൊരു ബ്ലോക്ക് കാണിക്കുന്നുണ്ട്, സ്ലോ ജെറ്റും ഈ ഫ്ലോട്ടിൻ്റെ വാൽവ് മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഓവർഫ്ലോ 100% മാറുമെന്ന് നമുക്കൊരു ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് അത് ചെയ്ത് നോക്കാനാണ് മാറുള്ളൂ. വീണ്ടും ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ കാർബറേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വയ്ക്കാനാണ് പറ്റുള്ളൂ കേട്ടോ. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്തു, ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് ചെക്ക് ചെയ്തു, വേറെ പറയത്തെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഡിസ്ക് ബ്രേക്ക് പാഡ് സെറ്റൊക്കെ നമ്മളൊന്ന് അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. പുതിയ പാഡാണ് പറഞ്ഞത്, കുഴപ്പമില്ല. ബ്രാക്കറ്റൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ഫോർക്ക് ലീക്ക് കാണിക്കുന്നുണ്ട്. ആ ഫോർക്ക് ലീക്ക് മോളിൽ നിന്ന് ഈ ഫോർക്ക് നെറ്റിൻ്റെ ഓറിങ് പോയേക്കണം. അപ്പോൾ അത് അയച്ചു, അത് മാത്രം മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം കേട്ടോ. തൽക്കാലത്തേക്ക് അതിന് കുറച്ച് ഓയിലാണോ ലീക്ക് ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അത് ഓറിങ് മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം. ഫുള്ളായിട്ട് അയച്ച് ചിലപ്പോൾ പൈപ്പൊക്കെ ഡാമേജോ കാര്യങ്ങളോ എന്തെങ്കിലും ചെറിയൊരു ലക്ഷണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത് മെയിൻ്റനൻസ് ആയിട്ട് വരും. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഓറിങ് മാറ്റി ഉപയോഗിക്കാവുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ആ രീതിയിൽ യൂസ് ചെയ്യാം. പിന്നെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഹാൻഡിലിൽ ഇവിടെ വരുന്ന ബെയറിംഗ് ആണ്, നല്ല രീതിയിൽ ടൈറ്റാണ്, തന്നെ അടിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുമ്പോൾ നമുക്ക് വേറെ അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കില്ല, അഴിക്കണം. കോൺസെപ്റ്റ് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്താലാണ് അത് കറക്റ്റ് ആവും. പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്, പുതിയ പ്ലഗ് കിടക്കണേ. പിന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി കൂടുതൽ ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. 2025 ബാറ്ററിയാണ്, പുതിയ ബാറ്ററി ഇരിക്കുന്നത് കേട്ടോ. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി 13.20 റേഞ്ചിലൊക്കെ ഉണ്ട്. ലോഡ് ടെസ്റ്റ് നടത്തുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ. റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്.